എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലാണ്. എല്ലാ കാര്യത്തിലും എന്നതുപോലെ പഠനത്തിന്റെ കാര്യത്തിലും നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോരുത്തരുടെ ലേണിംഗ് സ്ട്രാറ്റജീസും എബിലിറ്റീസും അതുപോലെ ഡിഫിക്കൽട്ടീസും എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാ വിഷയവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. ബാക്കി എല്ലാ വിഷയങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എന്നാൽ മാത്തമാറ്റിക്സിൽ മാത്രം പുറകോട്ട് നിൽക്കുന്നതുമായ ധാരാളം കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഒരു പരിധിവരെ അതിനെല്ലാം കാരണമായിട്ടുള്ള ഡിസ്കാൽക്കുലിയ എന്ന ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഡിസ്ലെക്സിയ എന്ന ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ്, അതായത് വായനയിലുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ലെക്സിയ പോലെ തന്നെ മിക്ക ആളുകളിലും കോമൺ ആയി കാണപ്പെടുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്കാൽക്കുലിയ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിസ്കാൽക്കുലിയ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് സിമ്പിൾസ്, അതായത് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകളെയും സിമ്പിളുകളെയും മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തെക്കുറിച്ചും മാത്തമാറ്റിക്കലി ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു എബിലിറ്റിയാണ്. അത്തരം എബിലിറ്റിയെ തടയുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ഡിസ്കാൽക്കുലിയ. മാത്തമാറ്റിക്സിലെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾക്ക് പോലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതിരിക്കുക, അക്കങ്ങളെയും ചിഹ്നങ്ങളെയും തിരിച്ചറിയാൻ പറ്റാതിരിക്കുക, ബേസിക് ഓപ്പറേഷനുകളായിട്ടുള്ള കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുക, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇത്തരക്കാരിൽ കാണാറുണ്ട്. മാത്തമാറ്റിക്സിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പോലും അറിയാതെ ജീവിക്കുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്കാൽക്കുലിയ നേരത്തെ തിരിച്ചറിയേണ്ടതും പ്രോപ്പർ ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സിലൂടെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1919 സ്വീഡിഷ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള സാൽമൺ ഹെൻസ്കൻ ആണ് ആദ്യമായി ഡിസ്കാൽക്കുലിയ കണ്ടുപിടിച്ചത്. ഒരാളുടെ നോർമൽ ഇന്റലിജൻസിനെ അഫക്റ്റ് ചെയ്യാതെ അയാളുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റീസിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പയർമെന്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പക്ഷേ റീസെന്റ് ആയി കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ ഡിസ്കാൽക്കുലിയക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങിയിട്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഡിസ്ലെക്സിയ പോലെ തന്നെ കോമൺ ആയി കാണപ്പെടുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്കാൽക്കുലിയ എന്ന്. പക്ഷേ ഡിസ്ലെക്സിയയിൽ നിന്ന് വ്യത്യസ്തമായി ഡിസ്കാൽക്കുലിയ ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഡിസ്ലെക്സിയ ഉള്ള ഒരു കൂട്ടം ആളുകളെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കോമൺ ആയിട്ട് ഒരു പ്രോബ്ലം ആയിരിക്കും പ്രോബബ്ലി ഫേസ് ചെയ്യുക. പക്ഷേ ഡിസ്കാൽക്കുലിയ ചേഞ്ചസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, അത് ഓരോ ആളുകളിലും വ്യത്യസ്തമായ രീതികളിലായിരിക്കും അനുഭവപ്പെടുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിസ്കാൽക്കുലിയയുടെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 3 ടൈപ്പ് ഡിസ്കാൽക്കുലിയ ആണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയ, ക്വാളിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയ ആൻഡ് ഇന്റർമീഡിയറ്റ് ഡിസ്കാൽക്കുലിയ. നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയ? ഇറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഇൻ കൗണ്ടിങ് ആൻഡ് കാൽക്കുലേഷൻസ്, അതായത് കൗണ്ടിങ്ങിലും കാൽക്കുലേഷൻസിലും ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. എണ്ണാനായി വിരലുകൾ ഉപയോഗിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടും വിരലുകളാണ് ഉപയോഗിക്കുന്നത്. മെന്റൽ കമ്പ്യൂട്ടേഷൻസ് അവരിൽ സാധിക്കുന്നില്ല. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയ. ഇറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഇൻ കൺസെപ്ച്വലൈസിങ് ദ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്, അതായത് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഇപ്പം നമ്മൾ 2 നമ്പർ കൊടുത്തു, അതിൽ വലുതേതാന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കുട്ടിക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ആ വലുത് ചെറുത് എന്നുള്ള കോൺസെപ്റ്റുകൾ കുട്ടിക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ക്വാളിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയയിലാണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഡിസ്കാൽക്കുലിയ. ആദ്യം നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയയും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡിസ്കാൽക്കുലിയയും കൂടി ചേർന്നതാണ് ഇന്റർമീഡിയറ്റ് ഡിസ്കാൽക്കുലിയ. ഇത്തരം ആളുകൾക്ക് കൗണ്ടിങ്ങിലും പ്രോബ്ലം ഉണ്ടാകും, കാൽക്കുലേഷൻസിലും പ്രോബ്ലം ഉണ്ടാകും, അതുപോലെ തന്നെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിലും പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു തേർഡ് ടൈപ്പാണ് അധികം ആളുകളിലും കാണപ്പെടുന്ന ഡിസ്കാൽക്കുലിയയുടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിസ്കാൽക്കുലിയ ഉണ്ടാകാം? ഡിസ്കാൽക്കുലിയ ഉണ്ടാകാനുള്ള എക്സാക്ട് കോസ് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഡിസ്കാൽക്കുലിയക്ക് കാരണമായേക്കാവുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീൻസ് ആൻഡ് ഹെറിഡിറ്റി, അതായത് പരമ്പരാഗതമായിട്ട് വരാവുന്നത്, അതായത് പാരൻസിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ ഒരാൾക്ക് ഇതുപോലെയുള്ള മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്.
അതുപോലെ തന്നെ സിബ്ലിങ്സിന്, മൂത്ത ചേട്ടനോ ചേച്ചിക്കോ ഒക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇളയ കുട്ടികൾക്കും ഡിസ്കാൽക്കുലിയ വരാനുള്ള സാധ്യതയുണ്ട്. ബ്രെയിൻ ഡെവലപ്മെന്റ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ നടന്നിട്ടില്ലെങ്കിൽ അത് ഡിസ്കാൽക്കുലിയക്ക് കാരണമായേക്കാം. തേർഡ് വൺ, എൻവയോൺമെന്റ്. ഒരു കുട്ടി വളരുന്ന എൻവയോൺമെന്റ് ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. അത് അവരുടെ ലേണിങ്ങിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു കുട്ടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അല്ല വളരുന്നതെങ്കിൽ അത് ഡിസ്കാൽക്കുലിയക്ക് ഒരു കാരണമായേക്കാം. ഫോർത്ത് വൺ, ബ്രെയിൻ ഇഞ്ചുറി. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബ്രെയിൻ ഇഞ്ചുറി ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഡിസ്കാൽക്കുലിയക്ക് ഒരു കാരണമായേക്കാം. പിന്നെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, അതായത് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ സാധാരണയായി ഡിസ്കാൽക്കുലിയയും കാണാറുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു കുട്ടിയിലെ ഡിസ്കാൽക്കുലിയയെ തിരിച്ചറിയാം എന്ന് നോക്കാം. അതായത് സിംറ്റംസ്, ഡിസ്കാൽക്കുലിയയുടെ സിംറ്റംസ് ഏതൊക്കെയാണെന്ന്. നമ്മൾ ആദ്യമേ പറഞ്ഞു, കൗണ്ടിങ്ങിലും അല്ലെങ്കിൽ കാൽക്കുലേഷൻസിലൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത് ഡിസ്കാൽക്കുലിയയുടെ ഒരു സിംറ്റം ആണെന്ന്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ അവർ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ നമ്പർ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഡിസ്കാൽക്കുലിയയുടെ ഒരു സിംറ്റമാണ്. അതുപോലെ ചെറിയ കുട്ടികളുടെ കയ്യിൽ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തു, അത് എത്രയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഒന്നുകിൽ അത് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. പക്ഷേ എത്ര എണ്ണം ഉണ്ട് എന്ന് കൃത്യമായി പറയാൻ അവർക്ക് കഴിയുന്നില്ല. അതായത് അവർക്കറിയാവുന്ന ഒരു നമ്പറിനെ സാധനവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഡിസ്കാൽക്കുലിയയുടെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ പാറ്റേണുകളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ സൈസ് അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം സോർട്ട് ചെയ്യുക, അതൊക്കെ കഴിയാതെ വരുന്നത് ഇത്തരത്തിലുള്ള ഡിസ്കാൽക്കുലിയയുടെ ഒരു സിംറ്റമാണ്. ഇനി കുട്ടികൾ കുറച്ചും കൂടെ വലുതാകുമ്പോൾ അവർ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ, ഒരു പ്രാവശ്യം വരുമ്പോഴല്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റിന് ശേഷം ഇതുപോലത്തെ പ്രോബ്ലം വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അതും ഡിസ്കാൽക്കുലിയക്കുള്ള ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ ടൈം പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ മണി മാനേജ്മെന്റ് പറ്റുന്നില്ല, ഇതൊക്കെ ഡിസ്കാൽക്കുലിയയുടെ സിംറ്റംസ് ആണ്. അതുപോലെ നമ്മൾ ധാരാളം കുട്ടികളെ കാണാറുണ്ട്, അവർക്ക് ടൈം ടേബിള് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, ടൈം ടേബിൾ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതും ഡിസ്കാൽക്കുലിയയുടെ ഒരു സിംറ്റമാണ്. ഇനി പറയുകയാണെങ്കിൽ ക്ലാസ്സുകളിൽ നമ്മൾ ധാരാളം കോൺസെപ്റ്റുകൾ പഠിക്കുന്നു. ക്ലാസ്സിൽ നമ്മൾ കൂട്ടാൻ പഠിക്കുന്നു, കുറയ്ക്കാൻ പഠിക്കുന്നു, അതുപോലെ ആവറേജ് കാണാൻ പഠിക്കുന്നു. പക്ഷെ ഇതിനെയൊന്നും റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതും ഡിസ്കാൽക്കുലിയയുടെ ഒരു സിംറ്റമാണ്. അപ്പം ഇത് ഇപ്പൊ പറഞ്ഞതൊക്കെ ഡിസ്കാൽക്കുലിയയുടെ കോമൺ ആയി കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഡിസ്കാൽക്കുലിയയെ എങ്ങനെ പരിഹരിക്കാം, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കുട്ടിക്ക് ഡിസ്കാൽക്കുലിയ ഉണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലാണ് അവർക്ക് ഡിഫിക്കൽറ്റി ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അവർക്ക് കമ്പ്യൂട്ടിങ്ങിലാണോ അല്ലെങ്കിൽ കൗണ്ടിങ്ങിലാണോ, അതും അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിനാണോ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഏരിയ, അവരുടെ വീക്കായിട്ടുള്ള ആ ഒരു ഏരിയ മനസ്സിലാക്കിയതിന് ശേഷം വീടുകളിലെ പാരൻസ് അല്ലെങ്കിൽ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ആ വീക്കെൻഡ് ഏരിയനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് വെറുതെ പ്രോബ്ലംസ് പറയുന്നതിന് പകരം അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നോക്കുക. അതും അല്ലെങ്കിൽ വിഷ്വൽ എയ്ഡ്സ്, ധാരാളം വിഷ്വൽ എയ്ഡ്സ് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുട്ടികളുടെ ഈ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺക്രീറ്റ് എക്സാമ്പിൾസ്, റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട കോൺക്രീറ്റ് എക്സാമ്പിളുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫിൽ നിന്നും വേറിട്ട് നിർത്തേണ്ട ഒരു സബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പറയുകയാണെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമുകൾ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുക. അതുപോലെ തന്നെ പ്രോബ്ലംസിനെ, വേർഡ് പ്രോബ്ലങ്ങളെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഡിസ്കാൽക്കുലിയയെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡിസ്കാൽക്കുലിയ എന്താണ്, ഡിസ്കാൽക്കുലിയയുടെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കോസസ് എന്താണ്, സിംറ്റംസ് എന്താണ്, അതുപോലെ എങ്ങനെ ഡിസ്കാൽക്കുലിയയെ ഓവർകം ചെയ്യാമെന്ന്.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മാത്സിലെ ബേസിക് കോൺസെപ്റ്റുകളൊന്നും അറിയാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഡിസ്കാൽക്കുലിയ നേരത്തെ തന്നെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഡിസ്കാൽക്കുലിയ തിരിച്ചറിയുകയും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിനെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രോപ്പർ ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സിലൂടെ അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാത്തമാറ്റിക്സിലെ പുവർ പെർഫോമൻസിനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡിസബിലിറ്റിയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.